കർഷക കോൺഗ്രസ് നൂർനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിങ്ങം 1 കണ്ണീർ ദിനമായി ആചരിച്ചു. കാർഷിക മേഖലയിലെ വിവിധ വിഷയങ്ങളായ നെല്ലിന്റെ കുടിശ്ശികം, പണം, വിത്ത്, വളം, കീടനാശിനി എന്നിവയുടെ വില വർധനവ്, വന്യമൃഗങ്ങളുടെ ആക്രമണം, കർഷകരുടെ ആത്മഹത്യ, സാമ്പത്തിക കടബാധ്യത എന്നിവ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. ഇതോടൊപ്പം നൂർനാട് പഞ്ചായത്തിലെ എല്ലാ വാർഡിൽ നിന്നും ഓരോ മികച്ച കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. ഉദ്ഘാടനവും പുരസ്കാര വിതരണവും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ നിർവഹിച്ചു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ നായർ അധ്യക്ഷനായി. കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും ഒക്കെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പക്ഷേ കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചോളം പ്രതിഷേധത്തോടൊപ്പം തന്നെ ഈ മണ്ണിൽ തങ്ങളുടെ ചോര വിയർപ്പാക്കി പൊന്നു വിളയിക്കുന്ന പാവപ്പെട്ട കർഷകരെ ആദരിക്കുവാൻ വേണ്ടി കൂടി, മികച്ച കർഷകരെ ആദരിക്കുവാനുള്ള വേദിയായി കൂടിയാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള കണ്ണീർ ദിനാചരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നൂർനാട്ടിൽ ഇത്തരത്തിൽ ഉന്നയിക്കപ്പെടുന്ന വിഷയത്തിന്റെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഇത്ര വിപുലമായ ജനകീയമായ ഒരു കണ്ണീർ ദിനാചരണം വിളിച്ചു ചേർക്കുവാൻ സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ഇവിടുത്തെ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. DCC ജനറൽ സെക്രട്ടറിമാരായ MR രാമേന്ദ്രൻ, രാജൻ ബൈനിമൂട്, അഡ്വക്കേറ്റ് നൂർനാട് ഷാജി, നൂർനാട് അജയൻ, നൂർനാട് വിജയൻ പിള്ള, രാധാകൃഷ്ണപിള്ള, ഇബ്രാഹിം കുട്ടി, സജി തെക്കത്തലക്കൽ, വന്ദന സുരേഷ്, അനിൽ പാറ്റൂർ, മോഹൻകുമാർ, ഉനൈസ്, ഷാൻ, അനിൽ ഗായത്രി മഠം, അഡ്വക്കേറ്റ് മുത്താരരാജ്, ഷാജിഖാൻ, മോഹനക്കുറുപ്പ്, ജയചന്ദ്രൻ പിള്ള, അനിൽ നൂർനാട്, ബിജു പനവിള, പത്മാധരൻ, സുഭാഷ് പ്രണവം, ഷുഫ, അനിത, ശ്രീദേവി, വിശ്വംഭരൻ, സുഭാഷ് പടനിലം, യശോധരൻ, ശശിധരൻ പിള്ള, മഹാദേവൻ പിള്ള, അരുൺ പാറ്റൂർ, റെനി തോമസ്, മാജിദ, ജോഷോബ, സുരേന്ദ്രൻ പിള്ള, വിജയൻ പിള്ള നൂർനാട്, ശൈലജ, വർഗീസ് കങ്കാലി, വർഗീസ് തോമസ്, റെജി ദാനിയൽ, ചെല്ലപ്പൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി കർഷകരാണ് പരിപാടിയിൽ പങ്കെടുത്തത്.